ആൾക്കാരുണ്ടല്ലോ. കൊട്ടേഷൻ നേരാക്കുമോ? ഇപ്പം എവിടെ നിന്ന് വല്ലതും കൊട്ടേഷൻ ആയിരിക്കും, ഒന്നും പറയാൻ പറ്റൂല. ഇയാളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെഞ്ചത്തേക്ക് കയറിക്കൊണ്ടു. ഈ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൻ്റെ അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അത് മറ്റേ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ആയിരിക്കും, പഞ്ചായത്തിൻ്റെ. എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് ഇലക്ഷൻ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അറിയാം അടുത്ത തവണ ആരാണ് കേരളം ഭരിക്കാൻ പോകണമെന്നുള്ളത്. ജില്ലാ പഞ്ചായത്ത് റിസൾട്ട് മാത്രം നോക്കിയത്, ബാക്കി ബ്ലോക്കും ഗ്രാമവും നോക്കണ്ട. ഗ്രാമപഞ്ചായത്ത് മിക്കവാറും കാൻഡിഡേറ്റ് അനുസരിച്ചായിരിക്കും ജയിക്കണത്. അത് നമുക്കൊരു ഇൻഡിക്കേഷനായിട്ട് കൂട്ടാൻ പറ്റില്ല. അത് കൂടുതൽ പരിചയമുള്ള കാൻഡിഡേറ്റ്സ്, അതായത് ജനങ്ങൾക്ക് കൂടുതൽ പരിചയമുള്ള, കാരണം ഗ്രാമപഞ്ചായത്തിൻ്റെ ആളാണ് ഏറ്റവും കൂടുതൽ ഓടേണ്ട ആൾ. ഒരു 40 വയസ്സിൽ താഴെയുള്ള ആൾക്കാണ് ഗ്രാമപഞ്ചായത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാ പ്രശ്നത്തിനും ഓടേണ്ടി വരും. അവിടെ ഒരു വീടിൻ്റെ അതിർത്തിയിൽ ഒരുത്തം കൊണ്ടുവന്നൊരു കല്ലിട്ടു, ഉടനെ അവിടെ ഓടിച്ചെല്ലണം. അല്ലെങ്കിൽ വേറെ ഒരു റോട്ടിൽ ഒരു സാധനം കൊണ്ടുവന്ന് ആരെങ്കിലും ഇട്ടു, അപ്പോൾ ഓടിയെത്തണം. ഫോൺ വിളിക്കണ സ്ഥലത്ത് മുഴുവൻ ഓടി. ആകെ 8000 രൂപയും കിട്ടും. അംഗത്തിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ശമ്പളമായിട്ട് 8000 രൂപയും കിട്ടും. സ്വന്തം കയ്യിൽ നിന്ന് പെട്രോള്, സ്വന്തമായിട്ട് ബൈക്കോ സ്കൂട്ടറോ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ കുറച്ച് ഇതുണ്ട്. അല്ലെങ്കിൽ പെട്രോൾ അടിക്കാനുള്ള കാശ് പോലും കിട്ടില്ല ഈ ശമ്പളമായിട്ട്. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ഏറ്റവും കൂടുതൽ പണിയുള്ളത് ഗ്രാമപഞ്ചായത്താണ്. ബ്ലോക്കും ഡിസ്ട്രിക്റ്റും മുതൽ അങ്ങോട്ട് അത്രയും ആളുകളായിട്ട് ഇടപെടേണ്ട വരില്ല. കാരണം മിക്കവാറും ആവശ്യങ്ങൾക്കൊക്കെ ഈ ലോക്കൽ ആവശ്യങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പറെ വിളിക്കുള്ളൂ, എലക്റ്റഡ് മെമ്പറെ വിളിക്കുള്ളൂ. ബ്ലോക്ക് ഡിസ്ട്രിക്റ്റിന് ഒട്ടും ആവശ്യമില്ല. ഡിസ്ട്രിക്റ്റിന് ഒരു MLA പോലെ തന്നെയാണ്. അതല്ല, കുറച്ചും കൂടെ ഫ്രീഡം കൂടുതലുണ്ട്.
കുറച്ചും കൂടെ പ്രായമുള്ള ആളായാലും കുഴപ്പമില്ല, ഡിസ്ട്രിക്റ്റും ബ്ലോക്കും ഒക്കെ. ഗ്രാമപഞ്ചായത്ത് എനിക്ക് തോന്നുന്നു ഒരു 40 മേലോട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഓടി എത്താനായിട്ട്. ഈ 2020 ഒക്കെ 50 താഴെയുള്ള ആളുകളെ നോക്കണോളൂ എന്ന് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലേക്ക്.